മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് ഓർമ്മ വരുന്നു. എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും എന്നെ എന്ന് പറഞ്ഞാൽ എന്തോ ഇഷ്ടമാണ് പിണറായി വിജയൻ ഈ കരിമണൽ. കരിമണലിനോട് അദ്ദേഹത്തിന് വലിയ സ്നേഹമാണ്. എല്ലാ കാലത്തും കരിമണലിനോട് അദ്ദേഹത്തിന് വലിയൊരു സ്നേഹമായിരുന്നു. കറുപ്പോഴാണ് അദ്ദേഹത്തിന് പ്രത്യേക സ്നേഹമുണ്ട്. കറുത്ത കാറ്, കറുത്ത മാസ്ക് ഇട്ട മകൾ എല്ലാം കറുപ്പാണ്. പക്ഷെ ആരേലും ഈ കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ പുള്ളിക്ക് വലിയ അത് മാത്രം പ്രശ്നമാണ്. ആ കളി വേണ്ട, മേലരയ്ക്ക് നമ്മുടെ നാട്ടിൽ പറയും. അനക്കത് ഇഷ്ടമല്ല, അനക്കത് പറ്റുകയില്ല. പക്ഷേ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പും വലിയ ഒരു കരിമണൽ കൊള്ളയ്ക്ക് ഒരു ഓർഡർ ഇട്ടേച്ചാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇന്നത്തെ മനോരമ ആ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ജയചന്ദ്രൻ ഇലങ്കത്തിനെ അറിയാമല്ലോ. ഈ കരിമണൽ കർത്തായിക്കെതിരെ ആണെന്ന് തോന്നുന്നു, അതോ ഇനിയും വേറെ കേസാണോ, എന്തായാലും തോട്ടണ്ടി ഇറക്കുമതിയാണോ, ഏതോ ഒരു കേസിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ അയാളെ പ്രതിയാക്കി ക്രൈംബ്രാഞ്ചിന് കേസെടുപ്പിച്ച ടീമാണ് ഇവർ. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ജയചന്ദ്രൻ ഇലങ്കത്ത് ഇദ്ദേഹത്തിൻ്റെ അനിയനല്ലേ, ഫോർവേഡ് ബ്ലോക്ക് ജി ദേവരാജൻ. അത് ഈ ജയചന്ദ്രൻ ഇലങ്കത്തിൻ്റെ വാർത്തയാണ്, അത് കൊല്ലത്തു നിന്നുള്ള വാർത്തയാണ്. അതായത് ഇദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പ് മോണോസൈറ്റ് സംസ്കരണം സ്വകാര്യ കമ്പനിക്ക് LDF സർക്കാരിൻ്റെ അനുമതി എന്ന് പറഞ്ഞുള്ള വാർത്തയാണ്. ഇതിൻ്റെ രേഖകൾ സഹിതമാണ് വന്നിരിക്കുന്നത്. ഈ മുടത്ത മണലിൽ നിന്നുള്ള മോണോസൈറ്റ് വേർതിരിച്ച് അതിന് കച്ചവടം നടത്താൻ വേണ്ടി സ്വകാര്യ സ്ഥാപനത്തിന് അതിൻ്റെ കൊടുത്തു. എത്ര കോടി? 5000 കോടി. എത്ര കോടിയാണത്? 5000 കോടിയുടെ പരിപാടിയാണ്. അത് ശ്രദ്ധിച്ചോണം. തെലങ്കാന സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയ തെലങ്കാന പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്ന തട്ടിപ്പ് കമ്പനിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. മൊത്തം ഇവർക്ക് തട്ടിപ്പുകാരായിട്ടാണല്ലോ ബന്ധം. സ്വാഭാവികം മാത്രം തട്ടിപ്പുകാരുമായി ഇവർക്ക് ഉള്ള ആ നിഷേധിക്കാനാവാത്ത ബന്ധമുണ്ടല്ലോ. അവർക്ക് തട്ടിപ്പുകാരെ കാണുമ്പോൾ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ റെയർ എർത്ത്സ് IREക്ക് മാത്രമാണ് ഈ അപൂർവ ധാതുക്കളുടെ ഖനനത്തിനും വിതരണത്തിനും വിപണനത്തിനും എല്ലാം അനുവാദമുള്ളത്. ആ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം ഇതിന്. അവരാണിത് ചെയ്യേണ്ടത്. ആ അനുമതി വേണമെന്നിരിക്കെ ചെയ്യണമെന്നിരിക്കെയാണ് ഈ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സ്വകാര്യ കമ്പനിക്ക് ഈ കരിമണൽ ഏപ്രിൽ 17 മെയ് 2 അന്തിമ ഉത്തരവ് വരുന്നത്. അത് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. UDF സർക്കാർ അധികാരമേൽക്കുന്നതിന് തൊട്ട് മുമ്പാണ് വ്യവസായ വകുപ്പിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാവും. ഓർത്തോണം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെണ്ണൽ മെയ് 4 നടക്കാനിരിക്കുന്നു, മെയ് 2 ഇതിന് അനുമതി. അതായത് കാവൽ മന്ത്രിസഭ നയപരമായ ഒരു കാര്യങ്ങളും തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ റെയർ എർത്ത് കോറിഡോർ പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് നടപടി. എല്ലാത്തിനും ചുവട് പിടിക്കാർക്ക് അറിയാം. അങ്ങനെ ഒരു റെയർ എർത്ത് കോറിഡോർ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് നടപ്പിലാക്കിയത്. ഇതൊക്കെ ആദ്യം കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇടനാഴി പദ്ധതികളൊക്കെ ആയിരിക്കും ഈ കോറിഡോറൊക്കെ. അപ്പം നമ്മുടെ ചവറയിലെ KM കേരള മിനറൽ മെറ്റൽസ് ലിമിറ്റഡ് ഇത് ഉൾപ്പെടെ സംസ്ഥാനത്ത് 5000 കോടി വില മതിക്കുന്ന 19 ലക്ഷം ടൺ മോണോസൈറ്റ് ശേഖരം ഇത്രയുമാണ് സംസ്ഥാനത്ത് ഉള്ളത്. അതിന് 19 ടൺ മോണോസൈറ്റ് ശേഖരമാണ്. 19 ലക്ഷം ടൺ മോണോസൈറ്റ് ശേഖരം 5000 കോടി വില മതിക്കും. ഇത്രയും ഇത് കേരളത്തിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചില ധാതുക്കൾ വേർതിരിച്ചെടുക്കുക. അതായത് നിയോഡൈമിയം, തോറിയം, സ്കാൻഡിയം. ഇതൊക്കെ വിലമതിക്കാനാവാത്ത ഈ കൊല്ലത്തല്ല ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പൊ ഇത് ഈ അപൂർവ ധാതുക്കൾ വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് പൈലറ്റ് പ്ലാന്റ് സ്ഥാപിക്കാനാണ് ഈ കമ്പനിക്ക് അനുമതി കൊടുത്തത്, ഹൈദരാബാദ് കമ്പനി വെറുതെ. ഇതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ താൽപ്പര്യപത്രം ക്ഷണിച്ചു. ഈ വർഷം ജനുവരിയിൽ ടെൻഡറും ക്ഷണിച്ചു. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചല്ലോ. ഇത് പ്രഖ്യാപിച്ചെങ്കിലും ഈ കമ്പനിയെ തഴയാനോ ഈ നടപടിക്രമം നിർത്തിവെക്കാനോ ഇവർ തയ്യാറായില്ല. അതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ പറയുന്ന വോട്ടെണ്ണലും തമ്മിലുള്ള ഇടവേളയിൽ അതിവേഗത്തിൽ നടപടികൾ നടത്തി കമ്പനിക്ക് അനുകൂല നിലപാടെടുത്തി. എന്നിട്ടാണ് പിണറായി വിജയനെ ഓരോ അണ്ണന്മാര് ന്യായീകരിക്കണമല്ലോ. പിണറായി പരുവത്തിലാക്കി. എന്തായാലും അങ്ങനെ KMMLന്റെ പദ്ധതിക്ക് അനുമതി നൽകി വ്യവസായ വകുപ്പ് ഏപ്രിൽ 17 ഉത്തരവിറക്കി. കേന്ദ്ര ആണവോർജ മന്ത്രാലയത്തിന്റെ ഉൾപ്പെടെ അനുമതി വേണം. അതായത് ഈ കരിമണൽ പോലെയുള്ള ധാതു, അതിൽ നിന്ന് ആണവോർജ മന്ത്രാലയമാണ് ഇതിന് അനുമതി കൊടുക്കേണ്ടത്. വോട്ടെണ്ണലിന് 2 നാൾ മുമ്പ് KMMLന് കത്ത് നൽകി തിടുക്കത്തിൽ ധാരണാപത്രം ഒപ്പിടുന്നതിന്റെ ഭാഗമായി കമ്പനി പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് വന്ന് ഈ വ്യവസായ വകുപ്പിന്റെ ആൾക്കാരെ കണ്ടു. അപ്പോൾ ഓർത്തോണം,
ഈ മിന്നൽ വേഗത്തിലാണ് ഇതെല്ലാം നടക്കും. നടന്നത്. അപ്പൊ ഈ സ്വകാര്യ കമ്പനികൾക്ക് സ്വകാര്യവൽക്കരണം, ധാതുമണൽ ഖനന മേഖലയിൽ സ്വകാര്യവൽക്കരണം ഇല്ലെന്ന് ഇന്നലെ കൂടി അദ്ദേഹം മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച കാര്യമാണ്. അപ്പൊ ഈ മോണസൈറ്റ് എന്ന് പറയുന്നത്, മോണസൈറ്റിന്റെ വലിയ നിക്ഷേപം നമ്മുടെ തീരപ്രദേശത്തുണ്ട്. മോണസൈറ്റ്, ഇൽമനൈറ്റ്, തോറിയം, അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. അപ്പം ഇതുകൊണ്ടുള്ളൊരു ഗുണം, ഈ ഇലക്ട്രിക് കാറുണ്ട്, ഇലക്ട്രിക് വാഹനങ്ങളും കാറ്റാടി യന്ത്രങ്ങളും അതുപോലെ വിമാനം, മൊബൈൽ ഫോൺ, ഡ്രോണ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ മാഗ്നറ്റുകളുടെ നിർമ്മാണത്തിന് മോണസൈറ്റിൽ അടങ്ങിയിരിക്കുന്ന നിയോഡൈമിയം എന്ന അപൂർവ ധാതു. ഒരുപക്ഷെ ചൈനയ്ക്ക് നമ്മളെ പോലെ നിക്ഷേപമുള്ളതാണ് ഇതിൻ്റെയൊക്കെ തന്നെ. പക്ഷെ അവർ തൽക്കാലം തൊടുന്നില്ലെന്നാണ് പറയുന്നത്. മറ്റു രാജ്യങ്ങൾ ഇതുവരെ സംഘടിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതെല്ലാം കഴിയുമ്പോൾ പതുക്കെ അവരുടെ സ്വന്തം നിക്ഷേപം എടുക്കാനുള്ള പരിപാടിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ചൈന അറിയാമല്ലോ, ചങ്കിലെ ചൈനയാണ്. ഈ കമ്പനിക്ക് ചൈന ബന്ധമുണ്ടാകും, നമ്മൾ അടുത്ത് അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും ഗുരുതരമായ വിഷയം, ഈ കമ്പനി തെലങ്കാന സർക്കാർ ഇത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അതിനകത്ത് അനധികൃത ഖനനത്തിന് ഉൾപ്പെടെ തെലങ്കാന ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നേരിടുന്ന കമ്പനിയാണ്. വെരി ഗുഡ്. കൊള്ളയടി എന്ന് പറഞ്ഞാൽ നിസ്സാര കൊള്ളയടി. ഈ വർക്കപ്പെട്ടവന്മാരുമായിട്ടുള്ള ഇവരുടെ സൗഹൃദം ഉണ്ടല്ലോ. വർക്കപ്പെട്ടവെന്ന് പണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു കാര്യം, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായിട്ടുണ്ട്. പലവിധ അവന്മാരെ കയ്യിലിരിപ്പ് കൊണ്ടായിട്ടുണ്ട്, അല്ലാതെ ഈ സർക്കാരിനുള്ള വിരോധം കൊണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കാരെയെല്ലാം ഓരോ ഇടനിലക്കാർ സമീപിക്കും ഈ സസ്പെൻഷനിലായിരിക്കും. അതായത് തെറ്റ് ചെയ്തിട്ട് സസ്പെൻഷനിലായവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളെ തിരിച്ചെടുക്കുക 5 ലക്ഷം. 5 ലക്ഷം. ഇതിനകത്ത് വലിയ ഒരു കൈ മന്ത്രിസഭയിലെ ഒരാളുടെ അടുത്ത ബന്ധു ഇടപെട്ടിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ. നിങ്ങളെ എല്ലാം എടുക്കും, പൈസ വേണം, പക്ഷേ 5 ലക്ഷം രൂപ വേണം. 5 ലക്ഷം രൂപ എവിടെ കൊടുക്കണം? ഈ കാശ് പോകുന്നത് ഈ പറഞ്ഞ പോലെ ഒരിടത്തേക്ക് തന്നെയാണ്. ഈ പണം വാങ്ങി ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കയറ്റിവിടാം എന്ന് വാഗ്ദാനമാണ്. എത്ര വലിയ കേസിലാണ് നിങ്ങൾ സസ്പെൻഷനിലുള്ളതെങ്കിലും. അപ്പോൾ എന്താണ്, ഈ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്, അതായത് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കുറേ പേരെ തിരിച്ചെടുക്കാൻ വേണ്ടി വലിയ ഒരു കൊള്ളയടി അതും പൈസയാക്കി മാറ്റി. അതായത് ഈ എല്ലാവരും ഈ പൈസയുമായിട്ട് ഇന്നയാളെ കാണുക, ആ ആള് നിങ്ങൾക്ക്. ഏതായാലും നമുക്ക് ഒരേ ഉറപ്പാണ്, ഗൾഫ് രാജ്യങ്ങളിലെ വ്യവസായം അവിടെ ഇപ്പോൾ എണ്ണ കുറവാണെങ്കിൽ പോലും അഭിവൃദ്ധപ്പെടാൻ സാധ്യത. നമ്മുടെ നേതാക്കന്മാരെ മുഴുവൻ സമ്പാദ്യം അവിടെയാണല്ലോ. ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മുഴുവൻ ഗൾഫിൽ കൊണ്ട് പൈസ ചെലവഴിച്ച് അവിടെ വലിയ തോതിലുള്ള വ്യവസായ സംരംഭങ്ങൾ അവർ നടത്തും. ഈ കമഴ്ന്ന് വീണാൽ കാൽ പണം എന്നുള്ളതല്ലാതെ യാതൊരു പരിപാടികളും ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. അപ്പം മകൾക്ക് 2.78 കോടി നോക്കുകൂലി കിട്ടി ഒരു സ്ഥാപനത്തിൽ നിന്ന്, ആസപ്പടി ഒരു സ്ഥാപനത്തിൽ നിന്ന്, അതായത് എക്സാലോജിക്കിന്റെ നോക്കുകൂലി. ആ നോക്കുകൂലിയെ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരുപാട് അന്തം കമ്മികൾ സുഹൃത്തുക്കളെ ഞാൻ കാണാം. അവർ ഈ ഭൂമിയിലല്ല ജീവിക്കുന്നത്, അതിന്റെ പ്രശ്നമാണ്. അവർ വേറെ ഏതോ ലോകത്ത് ജീവിക്കുന്നത്. ഇവരുടെയൊക്കെ ചോദ്യം, നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കാൻ പോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അത്രേ ഉള്ളൂ. പിന്നെ അവരോട് എത്ര തവണ പറഞ്ഞാൽ ഇനി പിണറായി വിജയനും മകളും സമ്മതിച്ചു എന്ന് വിചാരിക്കാം, മാസപ്പടി മേടിച്ചു. ഇവർ സമ്മതിക്കില്ല. അവർ സമ്മതിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ SFIO കണ്ടെത്തിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവര് ED കണ്ടെത്തിയെന്ന് വിചാരിക്കുക, കണ്ടെത്തിയവരെ അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. കരിമണൽ എന്ന് പറയുന്നത് നമ്മളെ കേരളത്തെ അതിസമ്പന്നമാക്കാൻ വിധത്തിലുള്ളതാണ് ഈ കരിമണൽ എന്ന് പറയുന്ന സാധനം. ഇത് നമ്മൾ നേരത്തെ ചർച്ച പറഞ്ഞിട്ടുള്ളത് പോലെ സർ CP രാമസ്വാമി അതുപോലെ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുപക്ഷെ ഇരുന്ന വിലപിടിപ്പുള്ള ആഭരണങ്ങളും ഈ കരിമണലായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാന സോഴ്സ് ഒരു രാജ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയുന്നത് ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ ആയിരുന്നു സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും പിണറായി സംഘത്തിന് കാര്യം മനസ്സിലായി, കരിമണലുണ്ടെങ്കിൽ കാര്യം കുശാലായി. കൈയിട്ട് വരാത്ത ഒരു സ്ഥലവും ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ സസ്പെൻഷനായ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാൻ കാശ് പിരിച്ച ഒരു സമയം കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ശരി, വലിയ അഴിമതിയും അട്ടിമറിയും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്നു. എന്തിന്, ഇറങ്ങിപ്പോകുന്നതിൻ്റെ തൊട്ട് തലേന്ന്, വോട്ടെണ്ണുന്നതിൻ്റെ തൊട്ട് തലേന്ന് പോലും ഇവിടുത്തെ തീരം എഴുതി വിൽക്കാനുള്ള സംവിധാനം ഒപ്പിച്ചിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വാർത്ത വന്നു. ഇത് പക്ഷേ സത്യത്തിൽ നിയമസഭ ചേരുന്ന ദിവസമായിരുന്നു ഇത് വരേണ്ടത്. ഇവരെന്ത് പറയുമായിരുന്നു നമുക്ക് കണ്ടറിയാം. ഇപ്പം എന്ത് വിശദീകരണം ഇവർ നൽകും. നാളത്തെ ദേശാഭിമാനി വായിച്ചാൽ മതി എന്താണ് ഇതിന്റെ വലത് പക്ഷ മാധ്യമങ്ങൾ ഞങ്ങളെ കൊത്തിക്കയറാൻ നോക്കിയിട്ട് ഞങ്ങൾ നടന്നില്ല, പിന്നാണ് പിടിച്ചതെന്നാണ് ഇന്നലെ പിണറായി സഭയെ പറഞ്ഞത്. അതാണ്.